मा सद्गमय असतो मा सद्गमय असतो मा सद्गमय नवयुग भारत सारथि नरेंद्र मोदी अभिवाद्यम् अहिमति मौर्य अरणत्तिल निन्नाशभूमिर्मोचनम् Remix by DJ Zakul. DJ Rahul.
बोला भारत माता की जय, बोला भारत माता की जय, सनातन हिंदू धर्म के जय, छत्रपति शिवाजी महाराज के जय। സ്നേഹം നിറഞ്ഞ ജനാധിപത്യ വിശ്വാസികളെ, ഉത്ബുദ്ധരായ വോട്ടർമാരെ, അന്യഗതി സഹായതയ്ക്ക് മുന്നിൽ സ്വയം മറന്ന് രാഷ്ട്രീയ ജാതി മത ഭാഷ വേഷ കുല മഹിമകൾ നോക്കാതെ സഹജീവി സ്നേഹത്തോളം വലുതായി മറ്റൊന്നുമില്ലെന്ന് വിശ്വസിച്ചും ഭിന്നിപ്പിക്കുകയല്ല, സമൂഹത്തെ ഒന്നിച്ചു നിർത്തുകയാണ് വേണ്ടതെന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ച ദേശസ്നേഹിയും മനുഷ്യസ്നേഹിയുമായ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഈ വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് നിയോജക മണ്ഡലം NDA BJP സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ്. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പന്ഥാവിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള അടിസ്ഥാന വികസന സൗകര്യ പദ്ധതികളെല്ലാം ഓരോ ജനങ്ങളിലും എത്തിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആത്മസമർപ്പണത്തിലൂടെ നാടിന്റെ അന്തസ്സും അഭിമാനവും ഉയർത്തി പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാൻ സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച കർമ്മധീരനായ നേതാവ് കാസർഗോഡ് NDA BJP സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന കാസർഗോഡിന്റെ ശബ്ദം അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. നിങ്ങളുടെ അനുഗ്രഹത്തിനായി ആശീർവാദത്തിനായി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ
ആവിഷ്കരിച്ചുകൊണ്ട് കാസർഗോഡിന്റെ മണ്ണിനെ സംസ്കാരത്തിന്റെ തനിമയിലേക്ക് വാർത്തെടുക്കുവാൻ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ പ്രതീക്ഷയോടെ അരികിൽ വരുന്ന പട്ടിണി പാവങ്ങളുടെ കൂടെ നിന്ന് ചങ്കുറപ്പോടെ ജനജീവിതത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം, ഗതാഗതം, പാർപ്പിടം, കുടിവെള്ളം, മാലിന്യ സംസ്കരണം തുടങ്ങിയ ആവശ്യങ്ങളോടൊപ്പം കാർഷിക രംഗത്തും വികസനത്തിന്റെ വിത്തുകൾ പാകാൻ കയ്യും വയ്യും മറന്ന് പ്രവർത്തിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കാസർഗോഡ് നിയോജകമണ്ഡലം എൻഡിഎ BJP സ്ഥാനാർത്ഥിയായി ജനവിധി നേടുന്ന അഡ്വക്കേറ്റ് കെ ശ്രീകാന്തിത ഈ വാഗ്ദാനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. വികസനം വേണ്ടതിൽ നിന്നും വികസനത്തിനായി
ഇലക്ട്രീഷ്യനിലൊക്കെ കയറ്റിട്ട് പിന്നെ ലോക്കൽ ബ്രാൻഡഡ് ഒന്നും കൊടുക്കല്ല. അക്കോപ്പിനൊന്നും ഇല്ലേ? അക്കോപ്പിനുണ്ടോ? ശ്രീകാന്ത് അവർക്ക് വെള്ളം വേണോ ചോദിച്ചോ? അന്നു
അടുത്ത് പറ്റി బస్ స్టాండ్ అమ్మా ऐसा क्या बिड़ी 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 ¡Gracias!
ഒരു ബോട്ടിൽ അക്കോഫിനെ വാങ്ങും. വാട്ടർ അക്കോഫിനെ വാങ്ങും. അക്കോഫിനെ അല്ലെങ്കിൽ കിട്ടില്ല കുറവാണ്.
ಅವಕಾಶಗಳಿಗಾಗಿ ಹೋರಾಡಿದ PSI ಪ್ರಶ್ನೆ ಪತ್ರಿಕೆ ಕನ್ನಡದಲ್ಲಿಯೂ ಬೇಕೆಂದು ಹೋರಾಡಿದ ಮಾಲೀಕರ ಸಮಸ್ಯೆಗೆ ಹೋರಾಡಿದ ಸೆರೆಮನೆ ವಾಸ ಅನುಭವಿಸಿದ ಹುಟ್ಟು ಹೋರಾಟಗಾರ ಅಡ್ವೊಕೇಟ್ ಶ್ರೀಕಾಂತ್ ಅವರು ಕಾಸರಗೋಡಿಯಿಂದ ಸ್ಪರ್ಧಿಸಲಿದ್ದಾರೆ. ಅವರ ಚುನಾವಣಾ ಚಿಹ್ನೆಯಾದ ಚಾವಣಿ ಗುರುತಿಗೆ ಮೀಡಿಯಾ ಇದೆ.
ഈ സഹോദരന്മാരെ എല്ലാവരെയും നിങ്ങൾ ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. മുഴുവൻ പ്രവർത്തകന്മാരും ഈ വേദിയുടെ മുൻവശത്തേക്ക് നിൽക്കേണ്ടതാണ്. ഓരോ ഭാരത് മാതാ കീ, ഓരോ ഭാരത് മാതാ കീ, ജയ് ജയ് ഭാരത് മാതാ. സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സുസ്വാഗതം, സ്മൃതിജിക്ക് സ്വാഗതം. ಇಲ್ಲಿ ಮಾತಾಡ್ತೀಯ ಸ್ಟೇಜ್ बोलो भारत माता की, बोलो भारत माता की, भारतीय जनता पार्टी की. ഈ പരിപാടിയിൽ സ്വാഗതം അറിയിക്കുന്നതിന് വേണ്ടി കാസർഗോഡ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സുകുമാരൻ കുതിരപ്പാടിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ಏಪ್ರಿಲ್ 6ರಂದು ನಡೆಯುವ ಕೇರಳ ವಿಧಾನಸಭೆ ಚುನಾವಣೆಯಲ್ಲಿ ಕಾಸರಗೋಡು ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದ NDA ಅಭ್ಯರ್ಥಿಯಾಗಿ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಅಡ್ವೊಕೇಟ್ ಶ್ರೀಕಾಂತ್ಜಿಯವರ ಚುನಾವಣಾ ಪ್ರಚಾರದ ಸಲುವಾಗಿ ಇವತ್ತಿನ ಇಲ್ಲಿ ರೋಡ್ ಶೋ ಕಾರ್ಯಕ್ರಮವನ್ನು ಹಮ್ಮಿಕೊಂಡಿದ್ದೇವೆ. ಗುಡ್ ಆಫ್ಟರ್ನೂನ್ ಎವರಿಬಡಿ, ಡಿಸ್ಟಿಂಗ್ವಿಶ್ಡ್ honorable dignitaries on the dais, my dear brothers and sisters. ಇಲ್ಲಿ ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಮ್ಮ ಮುಖ್ಯ ಅತಿಥಿಯಾಗಿ ಆಗಮಿಸಿರುವವರು ಕೇಂದ್ರ ಟೆಕ್ಸ್ಟೈಲ್ ಮತ್ತು ಚೈಲ್ಡ್ ಮತ್ತು ವುಮೆನ್ ಎಂಪವರ್ಮೆಂಟ್ ಮಂತ್ರಿಯಾದಂಥ ಸಚಿವೆಯಾದಂಥ ಶ್ರೀಮತಿ ಸ್ಮೃತಿ ಇರಾನಿಜಿ ಇವರಿಗೆ ಇಲ್ಲಿ ಉಪಸ್ಥಿತರಿರುವ ಎಲ್ಲರ ಪರವಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ದೇಶಿಸಿ ಮಾತಾಡಲು ಅಡ್ವೊಕೇಟ್ ಶ್ರೀಕಾಂತ್ಜಿ ಅವರಲ್ಲಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಬದಿಯಡಕ ಶಬ್ದ ತಿರುವನಂತಪುರದಲ್ಲಿ ಕೇಳಬೇಕು. ಆ ಶಬ್ದ ಈ ತನಕ ದೇಶೀಯತೆಯ ಶಬ್ದ ಅಲ್ಲ, ರಾಷ್ಟ್ರೀಯತೆಯ ಶಬ್ದ ಅಲ್ಲ. ಈ ತನಕ ಕೇಳುತ್ತಿದ್ದದ್ದು ಬೇರೆ ಕೆಲವರಿಗೆ ಮಾತ್ರ ಬೇಕಾದ್ದು
ಮೌನವಾಗಿದೆ ಕಾಸರಗೋಡು. ಆ ಮೌನವನ್ನು ನಾವು ಈ ಸಲ ಮುರಿಯುತ್ತೇವೆ. ನಮ್ಮ ಶಬ್ದ ವಿಧಾನಸಭೆಗೆ ಕೇಳಿಸಬೇಕು. ಆ ತರದಲ್ಲಿ ಭಾರತ್ ಮಾತೆಗೆ ಜೈ ಕರೆಯುವ ಮೋದಿಜಿಗೆ ಕೈ ಎತ್ತುವಂತ ಮಾಡಬೇಕು. ಅದಕ್ಕೋಸ್ಕರ ನನ್ನೊಟ್ಟಿಗೆ ಸುರುವಿಗೆ ನಿಮ್ಮ ಶಬ್ದ ಕೇಳಬೇಕು ಗಟ್ಟಿಯಾಗಿ. ಬೋಲೋ ಭಾರತ್ ಮಾತಾ ಕಿ. ಇನ್ನೂ ಗಟ್ಟಿಯಾಗಿ ಭಾರತ್ ಮಾತಾ ಕಿ, ಭಾರತ್ ಮಾತಾ ಕಿ. ವಂದೇ ವಂದೇ ವಂದೇ. ಈ ರೋಡ್ ಶೋ ಅನ್ನು ಉದ್ಘಾಟನೆ ಮಾಡಿ ಮಾತನಾಡಲಿಕ್ಕಿರುವಂತಹ ಶ್ರೀಮತಿ ಸ್ಮೃತಿ ಇರಾನಿ ಅವರೇ, ವೇದಿಕೆಯಲ್ಲಿರುವಂತಹ ಎಲ್ಲ NDAಯ ಗಣ್ಯ ನೇತಾರರೇ, ಇಲ್ಲಿ ಬಂದಿರುವಂತಹ ಕಾರ್ಯಕರ್ತ ಬಂಧುಗಳೇ, ಮತದಾರ ಬಾಂಧವರೇ, ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ಸಮಯದ ಅಭಾವದಿಂದ ನಾನು ಜಾಸ್ತಿ ಮಾತನಾಡ್ತಾ ಇಲ್ಲ, ಕೆಲವು ಮಾತ್ರ ವಿಷಯಗಳನ್ನು ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಕಳೆದ 45 ವರ್ಷಗಳಿಂದ ಈ ವಿಧಾನಸಭೆಯನ್ನು ಮುಸ್ಲಿಂ ಲೀಗ್ನವರು ಪ್ರತಿನಿಧೀಕರಿಸ್ತಾ ಇದ್ದಾರೆ. ಈ ಬದಿಯಡಕದ ಮತದಾರರಲ್ಲಿ ನನ್ನ ಒಂದು ಪ್ರಶ್ನೆ, ಬದಿಯಡಕದ ಯಾವುದಾದ್ರೂ ಒಂದು ಸಮಸ್ಯೆಯನ್ನ ಪರಿಹಾರ ಮಾಡಲಿಕ್ಕೆ ಈ മുസ്ലിം ലീഗിನ ശാസകರಿಂದ സാധ്യ ಆಗಿದೆಯോ? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ ഈ മുസ്ലിം ലീഗിന്റെ MLA ഭരണകക്ഷിയായിട്ടും പ്രതിപക്ഷമായിട്ടും ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ഒന്ന് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നരേന്ദ്രമോദി സർക്കാർ ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ഇവിടുത്തെ അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു സഹോദരി നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ ബദിയടുക്കയിലെ ഈ രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചതാണ് ഇവിടെ ഒരു ഗാന്ധി ഗ്രാമം മാതൃക കോളനി എന്ന് പ്രഖ്യാപിച്ച ആ കോളനിയിൽ UDFന്റെ കയ്യിൽ നിയന്ത്രണത്തിലുള്ള കോളനിയിൽ നമ്മുടെ ഒരു സഹോദരിക്ക് കുടുംബത്തിന് ഒരു വാട്ടർ ടാങ്കിന്റെ കീഴിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ഉത്തരവാദികളെ നമുക്ക് ഇത്തവണ തുറന്നു കാണിക്കണ്ടേ? അവരെ നമുക്ക് വീട്ടിലിരുത്തേണ്ടേ? നിങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ ആ സഹോദരിയുടെ മുഖം, ആ കുടുംബത്തിന്റെ മുഖം നിങ്ങളുടെ മനസ്സിലുണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തുവോ? നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്തുവോ? ഇവിടെ എയിംസ്, ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ആശുപത്രി, അതിന് തുല്യമായിട്ടുള്ള ഒരു സ്ഥാപനം തരാമെന്ന് 2014 മോദി സർക്കാർ പ്രഖ്യാപിച്ചു. നിങ്ങളുടെ ഈ മണ്ഡലത്തിലെ MLA ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി, അത് കാസർഗോഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തുവോ? ഉറക്കെ പറയൂ, ചെയ്തുവോ? എയിംസ് കൊണ്ടുവരാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഈ അതിർത്തി അടച്ചപ്പോൾ പൂർണ്ണമായിട്ടും ജനങ്ങൾ ഒറ്റപ്പെട്ടു. കർണാടക കേരള അതിർത്തി അടച്ചപ്പോൾ നമുക്ക് നമ്മുടെ പരിമിതികളും നമ്മുടെ അപര്യാപ്തതകളും ഒന്നുകൂടി തൊട്ടറിഞ്ഞതാണ്. ഈ അതിർത്തി അടച്ച് ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ലോക്ക്ഡൌണിന്റെ സമയത്തും അതിനുശേഷവും ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു നടപടി എടുക്കാൻ ഈ MLA ഇടപെട്ടുവോ? LDF സർക്കാർ എന്തെങ്കിലും ചെയ്തുവോ? ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിർത്തി തുറന്നു, അൺലോക്ക് സമയത്ത് അതിർത്തി തുറന്നു. അതിർത്തി തുറന്നിട്ടും കാസർഗോഡ് ദക്ഷിണ കന്നഡ ജില്ലാ റോഡുകൾ അടച്ചു. അതിനെ തുറപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു നടപടി സ്വീകരിച്ചുമോ? ഇല്ല. പിന്നെന്തിനു വേണ്ടിയിട്ടാണ് ഈ MLA? നമുക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി മംഗളൂരു പോകണം, നമുക്ക് ആശുപത്രിക്ക് വേണ്ടി ദേരളഘട്ട് പോകണം, നമുക്ക് ജോലിക്ക് വേണ്ടി മംഗളൂരുവിലേക്കോ ബംഗളൂരിലേക്കോ പോകണം. നമ്മൾ ഇവിടെ ആട്ടി ഓടിക്കപ്പെടുന്ന ഒരു ജനവിഭാഗമായിട്ടുണ്ട്. സ്വന്തം വാടകയിൽ കഴിയുന്നത് പോലെയാണ് നമ്മൾ കഴിയുന്നത്. എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സാഹചര്യം. പ്രിയമുള്ളവരെ, കാസർഗോഡിന്റെ മൗനം, ആ മൗനമാണ് മുസ്ലിം ലീഗിനെ ഇതുവരെ ഇതിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ആ മൗനം വെടിയുക. കാസർഗോഡുകാരുടെ ഓരോരുത്തരുടെ ശബ്ദമായിട്ട് ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും, നിങ്ങളുടെ ശബ്ദമായിട്ട് ഉണ്ടാകുമെന്ന് പറയുകയാണ്. ഞാൻ നീട്ടുന്നില്ല. തിരുവനന്തപുരത്തെ നിയമസഭയിൽ മാത്രമല്ല, നമുക്ക് തൊട്ടടുത്ത ಕರ್ನಾಟಕയിൽ ಧಾರಾളം ಕಾರ್ಯಗಳು ನಮ್ಮ ಕೈತಲತ ಕರ್ನಾಟಕಟೆ ನಂಗೆ ಬೋಳಿನಾಯ್ತು ಸವಲತ್ತನ್ನು ಕೋರಿಯರೆ ಕರ್ನಾಟಕ ಸರ್ಕಾರ ರೆಡಿಯುಂಡು. ಮುಲ್ಪದ ಭಾಷಾ ಅಲ್ಪಸಂಖ್ಯಾತರಿಗೆ ಬೋಡೋದು ಆ ಸವಲತ್ತನ್ನು ದೆಪ್ಪರ ಬಡತ್ತೆ. ನಮ್ಮ MLA, ಮುಲ್ಪದ MLA, ಮುಸ್ಲಿಂ ಲೀಗ್ದ MLA, BJP ಪರಿರ ಬಲ್ಲಿಂದ ಬಂಡತೆ ಮೂಳು ಗೆಲ್ತನ MLA ದಾನಂಡ ಮಲ್ತರ
ಮುಲ್ಪದ ಒವ್ವೇ ಸಮಸ್ಯೆಗೆ ಪರಿಹಾರ ಮಲ್ಪಂದ್ರ MLA ನಂಗೆ ಬೋಡ ಅತ್ತೆ ನಂಗೆ ನಮ್ಮ ಸ್ವರ ಗಟ್ಟಿಡಿಕೆ ನಂಚಿನ MLA ಬೋಡ ಒಂದು ಪ್ರಶ್ನೆ ಬೆಂಗಳೂರಿಗೆ ಹೋದ ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಭಾಷಾ ಅಲ್ಪಸಂಖ್ಯಾತರಿಗೆ ಇಂಚಿನ ಮಾತ ಮುಲ್ ಮಲ್ಪಾಯ ರಾಪಣ ಐನು ಮಾತ ಮಲ್ತು ಕೊರಿರೆ NDA ತಯಾರುಂಡು BJP ತಯಾರುಂಡು ಏನ್ ಪಣದಿಲ್ಲ ನಮ್ಮ ನರೇಂದ್ರ ಮೋದಿಜಿಲು ಮೆಗ್ದಿಂದು ಬಣ್ಣಂಚಿನ ಒಂಜಿ ಕೇಂದ್ರ ಮಂತ್ರಿ ಶ್ರೀಮತಿ ಸ್ಮೃತಿ ಇರಾನಿ ಮುಳ್ ಬತ್ತುದುಳ್ಳರು ಅರೆಡ ಒಂಜಿ ಸವಿನಯ ಆಯ್ನಂಚಿನ ಒಂಜಿ ವಿನಂತಿ ಮಲ್ತೊಂದುಳ್ಳೆ ಕಾಸರಗೋಡಟ ಈ ಕಾರ್ಯಕರ್ತರು ಈ ಜನಕ್ಲ ಮಾತ ಈ ಸತಿ ಒಂಜಿ ಬದಲಾವಣೆಯನ್ನು ಕಾಣುತ್ತದೆ ಮುಲ್ಪತ ಕತ್ತಲೆನ ನೀಗಿಸಾವೆರು ಆಯ್ಕೆ ಬಾಡಾದ ಈ ಸತಿ NDAಗೆ ತಾವರೆಗೆ BJPಗೆ ಓಟು ಬಾಡರೆ ತಯಾರಾತಿತ್ತನ ಜನಕ್ಲು ಮುಳು ಬತ್ತುದುಳ್ಳರೆ ಆಕ್ಲನ ಸಾಕ್ಷಿ ಆತ ಶ್ರೀಮತಿ ಸ್ಮೃತಿ ಇರಾನಿ ಜೀಟಯ್ಯನ ಪ್ರಾರ್ಥನೆ ಮಲ್ತೊಂದುಳ್ಳೆ ಎಂಕ್ಲು ಈ ಸತಿ ಬದಲಾವಣೆಗೆ ಬಿಡುತ್ತೆ ಕಾಸರಗೋಡು ತಾಕ್ಲು ಓಟು ಪಾಡ್ತು ಗೆಲ್ಪಾಪ ಅತ ತಯಾರಾತ ಗೆಲ್ಪಾತುಗೊಂಡ ಮುಳು ಅಭಿವೃದ್ಧಿ ಬೋರ್ಡು ಆಯ್ಕೆ ಬಡಾತ ಮುಲ್ಪತ MLA ಆತ ಶ್ರೀಮಾನ್ ನರೇಂದ್ರ ಮೋದಿಜಿನ ಆರ್ನ ಜೊತೆಗೆ ಒಂಜಿ ಭೇಟಿ ಮಲ್ಪಾತ ಮುಲ್ಪತ ಅಭಿವೃದ್ಧಿಗೆ ಬೋರ್ಡ್ ಆತ ವಿಶೇಷ ಆಯ್ನಂಚಿತನ ಒಂಜಿ ಪ್ಯಾಕೇಜ್ನ ಕೊರಿಯರೆ ಈರೆ ಎಂಕ್ಲಿಗೆ ಸಹಕಾರ ಬೋರ್ಡನ್ನು ಬಂಡುತ್ತೆ ಯಾನ್ ವಿನಮ್ರವಾತ ವಿನಂತಿ ಮಲ್ತಂದುಳ್ಳು Madam, I request you to get an appointment, fix a meeting with the Honorable Narendra Modi ji. After I become the MLA of this Kasaragoda, I will give a memorandum for the development of the Kasaragod district, entire district, including this mandal. And I request you to get an appointment. I will convince our Honorable Modi ji, and I assure these people, I will bring a change. I will bring a change. I will bring a change that is visible change. I assure you, madam. I assure, once again, I assure that this time the people of Kasaragod will vote for development, will stand along with Narendra Modi ji for new Padiyadaka, for new Kasaragod, for new Kerala. We, the people of Kasaragod, will stand with Modi ji. Thank you very much. ನಮ್ಮನ್ನು ಮಾತನಾಡಲು ಉದ್ದೇಶಿಸುತ್ತದೆ ನಮ್ಮ ಪ್ರೀತಿತ ಸಹೋದರಿ ಅಕ್ಕೆ ಕೇಂದ್ರ ಮಂತ್ರಿ ಶ್ರೀಮತಿ ಸ್ಮೃತಿ ಇರಾನಿ ಜಿ ಮುಳ್ಪಾತರಂದುಳ್ಳರು ಅವರಿಗೆ ಮಾತ್ರಲ್ಲ ಭಾರತ್ ಮಾತಾ ಕಿ ಜೈ ಇಂದು ಬಂಡಿತ ಕಾಸರಗೋಡ್ತ ಸ್ವಾಗತ ನಮ್ಮಲ್ಲೇ हिंदी या इंग्लिश? हिंदी पक्का पक्का तो बोलो भारत माता की। आज भारतीय जनता पार्टी के उम्मीदवार ने ये कहा कि कासरगोड का ये ऐतिहासिक चुनाव जीतने के बाद वो देश के यशस्वी प्रधानमंत्री श्री नरेंद्र भाई मोदी से मिलने के लिए अपॉइंटमेंट लेंगे। लेकिन मैं श्रीकांत जी से कहना चाहती हूं कि कासरगोड के MLA को भारतीय जनता पार्टी के कर्मठ कार्यकर्ता को देश के प्रधानमंत्री से अपॉइंटमेंट लेने की जरूरत नहीं। दरवाजे भारतीय जनता पार्टी के नेतृत्व के आपके लिए सदैव खुले। मैं आज अपने कार्यकर्ता बहनों और भाइयों से कहना चाहती हूं, ये चुनाव मात्र कासरगोड को आत्मनिर्भर भारत आत्मनिर्भर बनाने का चुनाव नहीं। ये चुनाव और इस चुनाव से संबंधित ये संघर्ष हर उस भारतीय जनता पार्टी के कार्यकर्ता के परिवार को समर्पित है जिसने केरल की इस रणभूमि में अपने प्राणों को त्यागा ताकि भारतीय जनता पार्टी का कमल का फूल खिल सके। आज इस तपती धूप में मेरी स्नेही बहनें, सम्मानित भाई हमारे उम्मीदवार के समर्थन में जनता जनार्दन से आशीर्वाद मांग रहे हैं।
श्रीकांत जी, यही आपकी सबसे बड़ी ताकत है कि इस चुनाव में कार्यकर्ता कंधे से कंधा मिलाकर जन कल्याण के लिए आपके संग संघर्ष कर रहा है। इसलिए कासरगोड की ये जीत हर उस परिवार की जीत है जिसने किसी अपने को खोया है। इस संघर्ष में वो संघर्ष जो केरल में न्याय को स्थापित करना चाहता है, विकास को स्थापित करना चाहता है, वो संघर्ष जो केरल के हर परिवार की उन्नति सुनिश्चित करना चाहता है। आज कार्यकर्ताओं के मध्य में इस दुख को मैंने सुना कि इस विधानसभा क्षेत्र में किसी को अगर गंभीर बीमारी हो जाए तो दक्षिण कन्नड़ तक जाना पड़ता है। आज कार्यकर्ताओं की इस व्यथा को सुना कि वर्षों वर्ष इस पुण्य भूमि पर उन लोगों ने राज किया जो धर्म के नाम पर लोगों के बीच में जहर घोलते हैं और विकास का एक भी काम नहीं करते। इसलिए आज कार्यकर्ता बहनों और भाइयों से कहना चाहती हूं कि ये लड़ाई हर परिवार तक विकास पहुंचाने की लड़ाई है। ये लड़ाई कासरगोड में सबसे उत्तम स्वास्थ्य केंद्र बनाने की लड़ाई है। ये लड़ाई कासरगोड के हर नौजवान तक नौकरी और बेहतर जीवन पहुंचाने की लड़ाई है। ये लड़ाई हर महिला के सम्मान की लड़ाई है, हर परिवार के उत्थान की लड़ाई है। एक तरफ भारतीय जनता पार्टी का कार्यकर्ता जनता जनार्दन के विकास के लिए लड़ रहा है और दूसरी ओर मैं स्तब्ध हूं, हैरान हूं कि एक तरफ लेफ्ट पार्टी अपने आप को राजनीतिक तौर पर जिंदा रखने के लिए लड़ रही है, दूसरी ओर कांग्रेस पार्टी अपने एक परिवार को राजनीति में जिंदा रखने के लिए लड़ रही है। और भारतीय जनता पार्टी का ये गौरव है कि आप अगर लड़ रहे हैं तो जनता के भविष्य के लिए लड़ रहे हैं। मैं हैरान हूं कि एक तरफ लेफ्ट पार्टी चाइनीज कम्युनिस्ट पार्टी के साथ अपना संपर्क बताती है, दूसरी ओर कांग्रेस पार्टी के पूर्व अध्यक्ष जो वर्तमान में केरल से सांसद हैं, वो अमेरिका से मदद मांगते हैं कि भारत में हस्तक्षेप करे। इसका मतलब साफ है, लेफ्ट पार्टी चाइना के साथ, कांग्रेस पार्टी अमेरिका के साथ, बीजेपी ही भारत के साथ है। और अगर भारत और कासरगोड का अगर उत्थान करना है, विकास करना है, तो पोलिंग बूथ पर जाना है और कमल का बटन दबाना है। आज कार्यकर्ता बहनों और भाइयों से कहना चाहती हूं कि जब हम एक एक परिवार में जाएं तो उनको बतलाएं कि केंद्र में नरेंद्र मोदी का नेतृत्व है। इसीलिए कोरोना की महामारी में मौत जब हिंदुस्तान के दरवाजे पर दस्तक दे रही थी तो 50 लाख से ज्यादा हिंदुस्तानियों को विदेश से हिंदुस्तान वापस लाने का अगर मानवता का कोई काम किया तो वो मोदी सरकार ने किया। केरल के 11 लाख नागरिक गल्फ में फंसे थे। उन एक एक नागरिकों को अगर अपने घर, अपने राज्य में किसी ने पहुंचाया तो वो नरेंद्र मोदी ने पहुंचाया। कोरोना की महामारी में अगर हर गरीब परिवार को 8 महीने मुफ्त किसी ने राशन दिया तो वो मोदी सरकार ने दिया। एक तरफ मोदी सरकार के काम भारतीय जनता पार्टी का एक एक कार्यकर्ता बतला सकता है और दूसरी ओर अगर आप एलडीएफ देखें या यूडीएफ देखें, दोनों के मध्य में करप्शन का कंपटीशन चल रहा है। एक ने सोलर स्कैम किया तो दूसरे ने सोने में स्कैम किया और हालत इतनी खराब कि एक नेता ऐसा जो समुंदर में कूद रहा है और दूसरा नेता ऐसा जो मछली में स्कैम कर रहा है। इसलिए आपका ये कर्तव्य है कि नागरिक के पास जाकर कहें कि कांग्रेस हो या वामपंथ, सत्ता अगर उनके पास रही तो उस सत्ता के माध्यम से वो मात्र जनता की तिजोरी को लूटेंगे
अगर जनता की तिजोरी से जनता तक पैसा पहुंचाना है तो कमल का बटन दबाना है। मैं हैरान हूं जब श्रीकांत जी ने कहा मुझसे कि देश के यशस्वी प्रधानमंत्री ने आकर इस पुण्य भूमि में अयप्पा जी का नाम लिया और जाकर कुछ लोगों ने उनके खिलाफ शिकायत दर्ज करने का दुस्साहस किया। मैं आज जनता जनार्दन से कहना चाहती हूं कि कांग्रेस हो या वामपंथ, उनको इस बात को स्पष्ट करना होगा कि जो लोग हम सबके आराध्य के साथ साथ पूजनीय ऐसे भगवान तक को राजनीति के अखाड़े में खींच सकते हैं, वो इंसान के साथ क्या खाक इंसाफ कर पाएंगे। इसलिए आज अपने कार्यकर्ता बहनों और भाइयों से कहना चाहती हूं कि इस चुनाव में अगर जनता जनार्दन तक न्याय पहुंचाना है, इफ वी वांट टू अश्योर जस्टिस फॉर ऑल एंड अपीजमेंट ऑफ नन, देन मेक श्योर एवरी सिटीजन कम्स आउट एंड वोट्स फॉर द भारतीय जनता पार्टी। माय अपील टू यू अगेन टुडे, वी हैड अ फैंटास्टिक रोड शो और इस रोड शो के माध्यम से हमने हर नागरिक से हाथ जोड़कर अपील की कि भारतीय जनता पार्टी का लक्ष्य है कि कासरगोड में शिक्षा और स्वास्थ्य की सुविधाएं उपलब्ध हो, लेकिन उस लक्ष्य की पूर्ति तब हो पाएगी जब एक एक परिवार से एक एक नागरिक पोलिंग बूथ पर जाएगा और कमल का बटन दबाएगा। जिस जोश के साथ आज आप सब यहाँ पर उपस्थित हुए, वो इस बात का संकेत है कि परिवर्तन की लहर अब कासरगोड भी आई है और जनता ने अब ठाना है कि कमल का फूल खिलाना है। आपको एक बार फिर आश्वस्त करते हुए श्रीकांत जी कि भारतीय जनता पार्टी का कासरगोड का एमएलए, उसके लिए देश के प्रधानमंत्री जी के दफ्तर के दरवाजे, घर के दरवाजे सदैव खुले रहेंगे। जनता जनार्दन की कोई भी दिक्कत हो, देश की सरकार उन हर समस्या का समाधान लेकर आपके मध्य में आएगी। लेकिन उसके लिए जनता जनार्दन से अपील है कि पोलिंग बूथ पर जाएं, कमल का बटन दबाएं और श्रीकांत जी को जिताएं। इस विश्वास के साथ कि ये निवेदन घर घर जाएगा, मैं अपनी वाणी को विराम देती हूं। जय हिंद, जय भारत। बोलो भारत माता की। ലാസ്റ്റില് ഒരു റിക്വസ്റ്റ്. നേരത്തെ സ്മിതജി പറഞ്ഞു, കേരളത്തിൽ വന്ന് നരേന്ദ്രമോദിജി സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞതിന് SDPI പോലുള്ള തീവ്രവാദി സംഘടനകൾ ഇപ്പോൾ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ സ്വാമിയെ ശരണം അയ്യപ്പ പറയുന്നത് വർഗീയമാണ് എന്നാണ് SDPI പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരം തീവ്രവാദികളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആ ശരണമന്ത്രം ഞങ്ങൾ എല്ലായിടത്തും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതിനെ നിങ്ങൾക്ക് തടയാൻ സാധിക്കില്ല. ഇവിടുത്തെ UDFന് SDPIയും PIFIയും പിന്തുണ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ശബരിമലയിലെ ശരണമന്ത്രം പാടില്ല, അത് വർഗീയമെന്ന് പറയുന്ന SDPIയുടെയും PIFIയുടെയും പിന്തുണ വേണ്ട എന്ന് വെക്കാൻ മുസ്ലിം ലീഗ് തയ്യാറുണ്ടോ, UDF തയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നമുക്ക് ഉറക്കെ അതുകൊണ്ട് ഇത്തവണ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയുന്ന ആ ശരണമന്ത്രം നമുക്ക് പാടാനുള്ള, അത് കേൾക്കാനുള്ള പാടാനുള്ള അവകാശത്തിനുള്ള സംരക്ഷണത്തിനുള്ള ഒരു തെരഞ്ഞെടുപ്പും കൂടിയാണ് എന്ന് ഞാൻ സവിനയം ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഭാരതീയ ജനതാ പാർട്ടി കാസർഗോഡ് നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ റോഡ് ഷോയിൽ നമ്മോട് അഭിസംബോധന ചെയ്ത് പങ്കാളിയായ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീമതി സ്മൃതി ഇറാനി അവർക്ക് കാസർഗോഡ് നിയോജക മണ്ഡലത്തിന്റെ പേരിൽ 1000 നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഹാർട്ട്ലി താങ്കിങ് യു മാഡം സെൻട്രൽ മിനിസ്റ്റർ. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു റോഡ് ഷോ ഇവിടെ സമാപിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.